ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ വിൻസിയെ കണ്ടില്ലേ? അപ്പൊ ഞങ്ങളൊരു ട്രിപ്പ് വന്നേട്ടോ. അപ്പൊ ഞാൻ വീട്ടിൽ വന്നിട്ട് ഫസ്റ്റ് വിൻസിനെയും കൂട്ടി ട്രിപ്പ് വന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാവരും ചോദിക്കുന്നു വീഡിയോ എടുക്കുമ്പോൾ ബിൻസി ഇവിടെ. എന്നാൽ പിന്നെ ബിൻസിനെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് ബിൻസിന്റെ സിസ്റ്റർ. അപ്പോൾ ഞങ്ങൾ ബിൻസിന്റെ വേറൊരു സിസ്റ്ററിൻ്റെ അടുത്ത് പോവാണ്. അപ്പോൾ അവിടെ പോയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് പറയാം. ഓക്കെ. ട്രെയിൻ ബുക്ക് ചെയ്യാൻ ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ബസ്സിനാണ് പോയത്. ബോറായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഞങ്ങൾ ഒരു വർഷത്തെ ഗോസിപ്പ് പറയാനുള്ളതുകൊണ്ട് സമയം പെട്ടെന്ന് പോയിട്ട് 6-7 മണിക്കൂർ, അതും ബ്ലോക്കും കൂട്ടി 8 മണിക്കൂർ അങ്ങനെ ടോട്ടൽ എത്തിയിട്ടുണ്ടായിരുന്നു. 1 മണി ആയപ്പോഴാണ് നമ്മൾ അങ്കമാലി എത്തുന്നത് കേട്ടോ. പിന്നെ വിശന്നിട്ട് രക്ഷയില്ലായിരുന്നു. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഹോട്ടലിൽ പോയി. സമയം 1:15. ഞങ്ങളിപ്പോൾ ഒരു ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് റൂമിൽ പോയി ഉറങ്ങാൻ. കാരണം അവിടെ ഫുഡ് കഴിക്കാനൊന്നുമില്ല. നമ്മൾ ഓൾറെഡി പറഞ്ഞ് ഫുഡ് കഴിച്ചിട്ട് വരാം. അപ്പോൾ ഞങ്ങളുടെ മനസ്സിലൊരു ദോശയും തട്ടുകട ദോശയൊക്കെ ആയിരുന്നു. പക്ഷെ ഇവിടെ ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. ഇന്നലെ വന്നിട്ട് ബാക്കി വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ രാവിലെ നമ്മൾ അങ്കമാലിയിൽ നിന്ന് കൊച്ചിയിലേക്ക് പോവുകയാണ്. ഷണ്ടിയൊക്കെ വില. അയ്യോ ഏറെ പിടിക്കും. ഗൈസ്, ഇന്നലെ രാവിലെ ഞങ്ങൾ രാവിലെ അല്ലല്ലോ, രാത്രി പുലർച്ചെയാ. പുലർച്ചെ ഞങ്ങൾ ഇവിടെ ലാൻഡ് ചെയ്തു. പക്ഷേ ഫോണിൽ ചാർജില്ല, ചാർജ് ചെയ്യാൻ ചാർജറും ഇല്ല. അങ്ങനെ ഞങ്ങൾ ഉറങ്ങിപ്പോയി. ഞങ്ങൾ രാവിലെ ഒരുങ്ങിയിട്ട് പോകുന്നത് ഇങ്ങോട്ടാ, കൊച്ചിയിലേക്കാണ്. കൊച്ചിയിൽ പോയി നമ്മുടെ ഒരു മാഷിനെ കാണാനുണ്ട്. പിന്നെ ഇവരുടെ ഒരു റിലേറ്റീവിൻ്റെ വീട്ടിൽ പോയി നമ്മൾ ഫുഡ് കഴിക്കുന്നു. എങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ പോകുന്നു, അത് നമ്മൾ കറങ്ങുന്നു, തിരിച്ചു ഇവിടെ വരുന്നു. അങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ അല്ലേ. അപ്പം നമുക്ക് ആദ്യം ഫുഡ് കഴിക്കാൻ ഒരു സ്പോട്ട് കണ്ടുപിടിക്കാം. ഗൈസ്, ഞങ്ങളങ്ങനെ മെട്രോയിൽ എത്തി. ഞങ്ങൾ ചെയ്യും ഇനി ഇവിടെ പോകുന്നത് ഫുഡ് കഴിക്കാം. നല്ലപോലെ വിശന്നുകൊണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ കണ്ട റെസ്റ്റോറൻറ്റിൽ കയറിയിട്ടുണ്ട്. അവിടെ ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അതൊരു ഹോട്ടലിലായിട്ട് അറ്റാച്ച്ഡ് ആയിട്ടുള്ളൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു കേട്ടോ. കയറിക്കഴിഞ്ഞ് കഴിച്ചപ്പോഴാണ് അതിൻ്റെ വിശേഷങ്ങളൊക്കെ കൂടുതലായിട്ട് അറിയാൻ പറ്റിയത്. ഗൈസ്, ഞങ്ങൾ മഹാരാജാസിൻ്റെ വരാന്തയിൽ ഇരുന്ന് പണിയെടുക്കുകയാണ്. ഞങ്ങളത് പഠിപ്പിച്ച മാഷ് ഇവിടെയുണ്ട്. അപ്പോൾ മാഷിനെ കാണാമെന്ന് വിചാരിച്ച് വന്നതാണ്. മാഷ് എക്സാമിൽ ഡ്യൂട്ടി ആയതുകൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. മാഷെല്ലാം പഠിപ്പിച്ചിട്ടില്ല, ഇവളാണ് പഠിപ്പിച്ചത്. പക്ഷേ എല്ലാവർക്കും ഭയങ്കരമായ മാഷായതുകൊണ്ട് മാഷിനെ കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവിടെയൊക്കെ ഫുഡിന് ഭയങ്കര പൈസയാണ്. ഞങ്ങളൊരു 4 ദോശ തിന്നപ്പം 360 രൂപയായിട്ടുണ്ട്. എന്താല്ലേ, 4 ദോശയും 4 ചായക്ക് 360 രൂപ. ഇതാണ് പോലും കോളേജ്. പക്ഷെ ആരും മനുഷ്യന്മാരൊന്നുമില്ല, ചെറുക്കന്മാരും ഇല്ല. ചേട്ടനെ വളക്കുകയാണ് കൈ. ചേട്ടൻ അങ്ങനെ ഹായ് പറഞ്ഞു. പോലീസുകാർ നിങ്ങൾ പറഞ്ഞതിൻ്റെ അഭിപ്രായം പോലീസുകാർ ഞങ്ങളിവിടെ കാക്കനാട് എത്തിയപ്പോൾ, അങ്ങനെയല്ല കഥ പറയട്ടെ, കാക്കനാട് എത്തിയപ്പോൾ ഇവിടെയുള്ള കടയിലുള്ള മനുഷ്യന്മാർക്കൊന്നും തീരെ കസ്റ്റമർ സർവീസ് പോരാ. അവർ വേണമെങ്കിൽ അവർക്കെന്താ പറയുക, താല്പര്യമില്ലൊന്നും വിൽക്കാൻ. എന്തിനാ വെച്ചേക്കണേ. പിന്നെ ഇവിടെ നിന്ന് പൊരിഞ്ഞ സമരം, വണ്ടിയില്ല, ഓട്ടോ സ്റ്റാൻഡ് എവിടെയെന്ന് അറിയില്ല. അയ്യോ, എന്തൊരു നാട്. അതൊക്കെ നമ്മളെ നാട്. നിറച്ച് സ്ഥലമുണ്ട്, വൃത്തിയുണ്ട്, വണ്ടിയുണ്ട്. എന്നിട്ട് ആൾക്കാർക്ക് വള്ളി തൂങ്ങിയാ പോണ പോലും. കാണട്ടെ നമുക്ക് എറണാകുളം കയറി. 50 രൂപ ചാർജ് ഉള്ളൂ എന്നാ പറഞ്ഞത്. ഇവിടെ നോക്കും. നല്ല ഫോട്ടോ കുറിച്ച് വൈബ്. നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? നമ്മളിനി പോകുന്നത് ബ്രോഡ്വേയിലുണ്ട്. അവിടെ നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. നമുക്ക് കുറച്ച് പർച്ചേസ് ചെയ്യാനുണ്ട്. അതിനെയാണല്ലോ. അത് കഴിഞ്ഞ് നമ്മൾ ലുലു മോളിൽ പോകും.
അവിടെ നമുക്കൊരാളെ മീറ്റ് ചെയ്യാനുണ്ട്. ആരെ? സർപ്രൈസ്. ഇതിനൊക്കെയോ അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം നമുക്ക് വേഗം തൂക്കി അലച്ചില് ഭയങ്കര ചൂടും. അതെ, അതുകൊണ്ട് ഞങ്ങൾ എല്ലാ കാര്യമൊന്നും എടുക്കാൻ പറ്റില്ല. ഞങ്ങൾ നേരെ ആലുവന്ന് അലുവ നിന്ന് തിരിച്ച് നിങ്ങളൊക്കെ വേദുണ്ടോ? നിങ്ങളൊക്കെ ഫേമസ് ആക്കാം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഗുഡ് മോർണിംഗ്. നമ്മള് ഇപ്പോൾ കുഞ്ഞിൻ്റെ റൂമിൽ, അതായത് ബിൻസിൻ്റെ ഏറ്റവും ചെറിയ അനിയത്തിൻ്റെ റൂമിലാണ് ഉള്ളത്. ഓൾറെഡി നമ്മൾ അവിടെ തന്നെയാണ് ഉള്ളത്. അപ്പോൾ ഇന്ന് ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസത്തെയും ഒന്നിച്ചാട്ടോ കാണിക്കാൻ പോണത്. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ബിൻസിനെ ഒന്ന് മേക്ക് ഓവർ ചെയ്യാന്നുള്ളതാണ്. ബിൻസിക്ക് ഹെയറിൽ കുറച്ച് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ മെയിനായിട്ട് വന്നത് കേട്ടോ, അങ്കമാലിക്ക്. അപ്പോൾ കൊച്ചിയിലെ പരിപാടി എല്ലാം കഴിഞ്ഞു. പിന്നെ കൊച്ചി എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കൊച്ചി ഭയങ്കര തിരക്ക്, ആൾക്കാരും നല്ല രസമില്ല, ആരൊന്നും ഹെൽപ്പ് ചെയ്യുന്നില്ല, അങ്ങനെയാണ്. അപ്പോൾ ഇന്ന് അങ്കമാലി എങ്ങനെയുണ്ട് നോക്കാം. അങ്കമാലിയിൽ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ബിൻസിൻ്റെ മേക്ക് ഓവർ, ഹെയർ കട്ട് ചെയ്യണം. അങ്ങനെ ബിൻസിനെ ഒന്ന് എന്താ പറയുക സെറ്റാക്കി മാറ്റിയെടുക്കേണ്ട ദിവസമാണ് ഇന്ന്. അപ്പം ഞങ്ങൾ പണിയിട്ടുള്ളൂ. ഇനി ഫുഡ് ഉണ്ടാക്കി കഴിക്കണം, പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കണം, അതിൻ്റെ ഇടയ്ക്ക് പണിയെടുക്കണം. പിന്നെ നമ്മൾ സലൂണിൽ പോവും, ദെൻ മേക്ക് ഓവർ, അത് കഴിഞ്ഞ് വൈകിട്ട് പോകും. ഇതാണ് ഇന്നത്തെ പരിപാടി. ഇന്നത്തോടു കൂടി നമ്മുടെ ട്രിപ്പ് തീരും. ഓക്കെ, അപ്പം നമുക്കിന്ന് ചായ ഉണ്ടാക്കാം. ഇപ്പം തന്നെ കാണാൻ കൊറിയക്കാരനെ പോലെ ഉണ്ട്. കൊച്ചി അങ്ങനെ അയച്ചെന്നാണോ? ഞാൻ വിചാരിച്ചു നിങ്ങളെ പിടിച്ചതാ. പിഞ്ചിയുടെ മേക്ക് ഓവർ കണ്ടോ? എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇനി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്ന് പറയണം. ഇവനാണ് സ്റ്റൈലിഷ്. ഇതാണ് സ്റ്റൈലിസ്റ്റ്. ഇതാണ് സ്റ്റൈലുള്ള വേറൊരു ഇതിന്റെ മേക്കർ ഇവിടെ ഇരിക്കുന്നു. പിന്നെ അവിടെ നിന്ന് അങ്കമാലിയിൽ കൂർക്കിട്ട പോർക്ക് കഴിച്ചു. സൂപ്പറാണ് കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിറ്റേ ദിവസം കുഞ്ഞിയും ഫ്രണ്ട്സും എല്ലാവരും ഡ്യൂട്ടിക്ക് പോയതുകൊണ്ട് ഭയങ്കര ബോറായിരുന്നു. നമ്മൾ ഒറ്റയ്ക്ക് അവിടെ ഇരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ അവളുടെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് കളിക്കുകയായിരുന്നു. ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിക്ക് കുറേ ടോയ്സ് ഉണ്ട് കണ്ടോ. ഇതുണ്ട്, ഇതാണ് തൊട്ടിൽ. ഈ തൊട്ടിൽ നിറച്ചും ടോയ്സ് ആണ്. അപ്പോൾ ഈ കണ്ട ടോയ്സ് മുഴുവൻ നമ്മൾ പല പല സ്ഥലങ്ങളിലായിട്ട് ഒളിപ്പിച്ച് വെക്കുവാണ്, ട്രഷർ ഹണ്ട് പോലെ. അപ്പോൾ രസമാണല്ലോ അവൾക്ക്, അതായത് എൻ്റെ മക്കൾ എന്നൊക്കെയാണ് അതിനെ പറയാറ്. അപ്പം നമ്മൾ രസത്തിന് ഒരു ചെറിയ എന്താ പേര് പറയാ, ഒരു രസം, ഒരു ചെറിയ പണി, ഒരു രസം. നമ്മളങ്ങനെ കോഴിക്കോടെത്തി. നല്ല ഉറക്കമായിരുന്നു. നീ മാത്രമായിരുന്നു നമുക്ക് ഫുഡ് കഴിക്കണം. ഡയറക്റ്റ് പുൽപ്പള്ളി ബസ്സിൽ കയറണം, കാരണം എനിക്ക് പുൽപ്പള്ളി അങ്ങ് പോകേണ്ടത്. അപ്പോൾ അത്രയുള്ളൂ നമ്മുടെ ഒരു കൊച്ചി ട്രിപ്പ്, കൊച്ചി അങ്കമാലി ട്രിപ്പ്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പിന്നെയും വരുന്നതായിരിക്കും. അതുവരെ